നമ്മുടെ ഇഷ്ടങ്ങളെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ബഡ്ജറ്റിന് ഒതുങ്ങുന്ന തരത്തിൽ മനോഹരവും വ്യത്യസ്തവും പോസിറ്റീവ് വൈബുമുള്ളൊരു വീട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ എല്ലാവരും. പക്ഷേ പല ആളുകൾക്കും അത് സാധ്യമാവാറില്ല. കാരണം അവരുടെ ഇനീഷ്യൽ പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും ശ്രദ്ധിക്കാത്തത് കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ഇനീഷ്യൽ പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ആർക്കിടെക്ട് പ്രസീത. എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലയൻറ്റിനുള്ളത് 9 സെൻറ്റ് സ്ഥലമാണ്. അതിൽ 4 BHK ബിലോ 3000 സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു വീട്. അതേപോലെ തന്നെ അവരുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 70 lakhs ആണ്. അതിൽ നല്ല യൂണിക്കായിട്ടുള്ളൊരു എക്സ്റ്റീരിയർ വ്യൂസും അതേപോലെ തന്നെ വാസ്തു നോക്കണം എന്നുമായിരുന്നു ക്ലയൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്. ഈ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് എല്ലാം കൺസിഡർ ചെയ്ത് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്ലാനിൽ 4 BHK കൊടുത്തിരിക്കുന്നത് 2680 സ്ക്വയർ ഫീറ്റിലാണ്. നമ്മുടെ ഈ ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ് 70 lakhs ആയതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആവറേജ് കോസ്റ്റ് കൺസ്ട്രക്ഷന് 50 lakhs ഇൻറ്റീരിയറിന് 20 lakhs ആണ്. അതേപോലെ തന്നെ ഈ ഒരു പ്ലാനിൻ്റെ ഇനീഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഇൻറ്റീരിയറിൻ്റെ റിക്വയർമെൻ്റ് എല്ലാം ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ഒരു ആവറേജ് കോസ്റ്റ് മുന്നേ കൂട്ടി അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ റിക്വയർമെൻറ്റ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത നല്ലൊരു പ്ലാൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ അവരുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് മാച്ച് ചെയ്തതിന് വേണ്ടിയിട്ട് കണ്ടംപററി എക്സ്റ്റീരിയർ ഡിസൈനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ഡിസൈൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കണ്ടംപററി ഡിസൈൻ. നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലാനിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഈ ഒരു വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത് 2 ഫ്ലോറിലായിട്ടാണ്. ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് ഫസ്റ്റ് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ ചെയ്തിരിക്കുന്നത് 1700 സ്ക്വയർ ഫീറ്റിലും ഫസ്റ്റ് ഫ്ലോർ ചെയ്തിരിക്കുന്നത് 980 സ്ക്വയർ ഫീറ്റിലുമാണ്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് ഈ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ സൈറ്റ് പ്ലാനിനെ കുറിച്ചിട്ട് ഞാൻ ലാസ്റ്റ് പറയാം. നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗിൾ കാർ പാർക്കിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ഒരു കാറിന് പാർക്ക് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ആയിട്ടൊരു മെഷർമെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 11 feet × 15 feet. അതേപോലെ അത് കഴിഞ്ഞാൽ 2 സ്റ്റെപ്പോട് കൂടിയിട്ടുള്ള സിറ്റ് ഔട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ അത്യാവശ്യം ഒരു 5 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ളൊരു സ്പേസ് പ്ലാനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു സീറ്റിംഗ് ഷൂ റാക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ട് തന്നെയാണ് മെയിൻ ഡോറിൻ്റെ എൻട്രി വരുന്നത്. 6 seater സോഫയാണ് നമ്മൾ ഈ ഒരു ലിവിങ് സ്പേസിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മളൊരു വീടെടുക്കുമ്പോൾ നമുക്ക് നോക്കേണ്ടത് ക്രോസ് വെൻറ്റിലേഷൻ, അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള വാസ്തു പൊസിഷൻസ് അതെല്ലാം തന്നെ നമുക്കിവിടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മെയിൻ ഡോറ് തുറക്കുകയാണെങ്കിൽ ഈ ഒരു വിൻഡ് ഇങ്ങനെ വന്ന് നമ്മുടെ ഈ ഒരു ഡോറിലൂടെ വന്ന് വിൻഡോയിലൂടെ കയറി ഇറങ്ങിപ്പോകും. അതേപോലെ തന്നെ ബേസിക് വാസ്തുവിൽ നമുക്ക് ഈ നോർത്ത് ഫേസിങ് ആയത് കാരണം കൊണ്ട് ഈ നോർത്ത് ഈസ്റ്റ് ആയിട്ടാണ് നമ്മുടെ കിച്ചൺ വരേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു കിച്ചൺ നമ്മൾ അതേ പൊസിഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഷോ കിച്ചൺ ആണ്. അതിനോട് ചേർന്നിട്ടാണ് വർക്കിംഗ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. വർക്കിംഗ് കിച്ചൻ്റെ സ്പേസ് എന്ന് പറയുന്നത് 5.6 feet × 13 feet ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ളൊരു മെഷർമെൻറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ വർക്കിംഗ് കിച്ചനോട് ചേർന്നിട്ട് ഡോറ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു എൻട്രി ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മോഡുലാർ കിച്ചണിൽ നമ്മൾ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പ്ലാനിങ്ങിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്പേസും കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ 3 seater ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് കൊടുത്തിരിക്കുന്നത്. ക്രോക്കറി യൂണിറ്റ്, ഈ ഒരു താളി ബാസ്ക്കറ്റ്, ഹാർഡ്വെയറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഓവർ ഹെഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഹോബ് ആൻഡ് ഹുഡിൻ്റെ ഡീറ്റെയിൽസ്, സിങ്കിൻ്റെ പൊസിഷൻസ് എല്ലാം വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ ഞാൻ പറഞ്ഞു കണ്ടംപററി ഡിസൈനാണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പറഞ്ഞു. അതേപോലെ തന്നെ അതിന് മാച്ച് ആവുന്നുള്ളൊരു ഇൻറ്റീരിയർ ഡിസൈനാണ് ഇവിടെ, ഫർണിച്ചർ ഡിസൈനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാമിലിക്ക് 4 members ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ അവരുടെ ആ ഒരു റിക്വയർമെൻറ്റ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ്
നമ്മുടെ ഈ ഒരു ഫർണിച്ചർ റിക്വയർമെൻ്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 6 സീറ്റർ ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ടാണ് ഇവിടെ ഒരു പേഷ്യോ കൊടുത്തിരിക്കുന്നത്. പേഷ്യോ സ്ലൈഡിങ് ഡോറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഓപ്പൺ ആയിട്ടുള്ളൊരു നല്ലൊരു ഫീലാണ് ഇൻറ്റീരിയറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ബെഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ. ഈ സൈഡിൽ പ്ലാന്തർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നാച്ചുറൽ ലൈറ്റും വെന്റിലേഷനും എല്ലാം വരും. നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ബാഡ് ഓർഡർ എല്ലാം മാറും. അതേപോലെ ഈ പൂജ യൂണിറ്റിനും വാസ്തു നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിങ് ആയിട്ടാണ് നമ്മൾ പൂജ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് വെല്ലെല്ലാം ഇതേ രീതിയിൽ ഇപ്പോൾ നമ്മൾ എല്ലാം മെഷർമെൻറ്റ് ഇട്ടിട്ടാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മെഷർമെൻറ്റ് ഇട്ടിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ഡിസൈനിങ്ങിൻ്റെ സ്റ്റേജിൽ വരുമ്പോൾ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പൂജയുടെ യൂണിറ്റ് എല്ലാം ഈ ഒരു മെഷർമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കുറച്ചുകൂടി ചെക്ക് ചെയ്യാൻ എപ്പോഴും നല്ലതായിരിക്കും. അതായത് നമ്മുടെ യൂണിറ്റിന് എത്ര മെഷർമെൻറ്റ് വരണോ എന്നുള്ള കാര്യം. അപ്പോൾ അതിന് നമ്മൾ ഒരു ക്രോസ് വെന്റിലേഷൻ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നമ്മൾ ചെറിയ 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഈ ഒരു വാസ്തു പൊസിഷൻ നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പൊസിഷനാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പൊസിഷൻ എപ്പോഴും നമുക്ക് വാസ്തു പ്രകാരം സൗത്ത് വെസ്റ്റ് ആയിട്ടാണ് വരേണ്ടത്. സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വാൾഡ്രോപ്പ് സ്ലൈഡിങ് വാൾഡ്രോപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് സ്റ്റഡി ടേബിൾ കൊടുത്തിരിക്കുന്നത്. ക്യൂൻ സൈസ് കോട്ട് വിത്ത് സിംഗിൾ സൈഡ് ടേബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഡ്രസ്സിംഗ് യൂണിറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ ബാത്ത് അത്യാവശ്യം നമ്മളൊരു സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ളൊരു മാസ്റ്റർ ബാത്താണ് കൊടുത്തിരിക്കുന്നത്. വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വെറ്റ് ഏരിയയിൽ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് അവർക്ക് ഈ ഒരു വാൾ ഷവർ ആണോ റെയിൻ ഷവർ ആണോ വേണ്ടത്, പാർട്ടീഷൻസ് വാൾ വേണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സ്പേസ് എപ്പോഴും അറേഞ്ച്ഡ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് അതിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് 2 ബെഡ്റൂമിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ സെൻറ്ററലൈസ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കയറി വരുമ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. കയറി വരുമ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റെയർ കാണാൻ പാടില്ല എന്ന്. അപ്പോൾ കയറി വരുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു സ്റ്റെയർ കേസിന് വ്യൂ വരുന്നുണ്ട്. പക്ഷേ അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയ കൺസ്ട്രെയിൻ വന്നിട്ടുണ്ട്. 3000 സ്ക്വയർ ഫീറ്റിൽ താഴെ 4 ബെഡ്റൂം വേണമെന്നാണ് ക്ലയൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് പ്ലാനിങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാസ്തു ബേസിക്കായിട്ടുള്ള വാസ്തു കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഈ ഒരു സ്റ്റെയറിൻ്റെ പൊസിഷൻ വരുന്നത് ഇവിടെയാണ്. പക്ഷേ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു കൺജഷനൊന്നും ഫീൽ ചെയ്യാത്ത നല്ല രീതിയിലാണ് ഇവിടെ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതിൽ ക്യൂൻ സൈസ് കോട്ട് വിത്ത് 2 സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. 2 വിൻഡോ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. വലിയൊരു വിൻഡോ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാൾഡ്രോബ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സിങ് ടേബിളോ കാര്യങ്ങളോ ഒന്നും ഇതേപോലെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ കൊടുത്ത പോലെ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇതിലില്ല. കാരണം ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് എല്ലാവർക്കും ഒരു മാറ്റർ ആയത് കാരണം കൊണ്ടാണ് ഇതേ രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിൻവാൾ ഇങ്ങനെ കൊടുത്ത് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ വെറ്റ് ഏരിയ പാർട്ടീഷൻ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം യൂട്ടിലിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു പിൻവാളിൻ്റെ മേലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു വാഷ് യൂണിറ്റ് ഇതേ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു പ്രീമിയം ലെവലിലൊരു വാഷിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കോമൺ വാഷ് യൂണിറ്റ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് അതിനുള്ള സ്പേസാണ് ഈ ഒരു പ്ലാനിലുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇവിടെ 2 പേരിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അത്യാവശ്യം അവർക്ക് ഒരു ബുദ്ധിമുട്ട് ആവാത്ത രീതിയിലാണ് ഈ ഒരു കോമൺ വാഷ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഡിസൈൻ്റെ പാർട്ടിൽ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു CNC ഡിസൈൻസ് എല്ലാം കൊടുത്ത് അതിന് ചെറുതായിട്ടൊന്ന് നമുക്ക് ഒരു ഡിസൈൻ വൈസ് അപ്രോച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കൊരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാർ പോർച്ചിൻ്റെ ഏരിയ ലോ ലെവൽ ടെറസായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം കണ്ടംപററി ഡിസൈൻ ആകുമ്പോൾ ഓപ്പൺ ടെറസെല്ലാം നമുക്ക് കുറച്ച് കൂടുതൽ വരും, എന്നാലാണ് ഭംഗി ഉണ്ടാവുള്ളൂ എക്സ്റ്റീരിയർ ഡിസൈന്. അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ ഒരു അപ്പർ ലിവിങ് വന്നിട്ടുണ്ട്. അതായത് സ്റ്റെയർ കേസ് കയറി നേരെ വരുന്നത് ഇതേ രീതിയിലുള്ളൊരു വൈഡ് പാസേജാണ്.
അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ കാര്യത്തിൽ പല ആൾക്കാരും ഡൗട്ട് ചോദിക്കാറുണ്ട്, എത്ര സ്റ്റെപ്പാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. നമ്മൾ സാധാരണ നമ്മുടെ ഈ ഒരു പ്ലാനിൽ നമ്മുടെ ബിൽഡിംഗ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3.3 മീറ്ററാണ് കൊടുക്കുന്നത്. ഏകദേശം 21 സ്റ്റെപ്പാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ അപ് ടു ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലാൻഡിങ് വരെ വരുന്നത്. അപ്പോൾ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ഈ ഒരു പ്ലാനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാൻ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അതേ പൊസിഷനിൽ തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം 2 കൊടുത്തിരിക്കുന്നത്. സെയിം ഡിസൈൻ. അതിന് ചെറിയൊരു ബാൽക്കണി കൂടിയിട്ട് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്രോസ് വെൻറ്റിലേഷൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. സെയിം അതേപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റിക്വയർമെൻറ്റ് കാര്യങ്ങളെല്ലാം ഇതിലും നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പൂജയുടെ മേലെ ആയിട്ട് സീൻ എബോവ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനറിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഹാൻഡ് റെയിലെല്ലാം വരും. ഇതിൻ്റെ മേലെ നമുക്ക് പെർഗോള ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു ഫിക്സഡ് ഗ്ലാസ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാൽക്കണിയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിലും ഒരു സേഫ്റ്റിയുടെ ഇഷ്യൂസ് കാര്യങ്ങളിവിടെ വരുന്നില്ല. പിന്നീട് നമുക്ക് ഈ ഒരു അപ്പർ ലിവിങ് ആണ്. അപ്പോൾ ഈ ഒരു വൈഡ് പാസേജ് 7.6 ഫീറ്റിലാണ് ഒരു വൈഡ് പാസേജ് വന്നിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ആ ഒരു ബെഡ്റൂം 2ൻ്റെ മേലെയാണ് ഈ ഒരു ഓപ്പൺ ടെറസ് വന്നിരിക്കുന്നത്. ബെഡ്റൂം 2ൻ്റെ മേലെ ഓപ്പൺ ടെറസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പൺ ടെറസ് അത്യാവശ്യം ഇവിടെ ഒരു നമ്മൾ സാധാരണ കൊടുക്കുമ്പോൾ ഗ്രില്ലഡ് ആയിട്ടുള്ളൊരു ഡോറാണ് കൊടുക്കുക. അതിൽ വുഡൻ ഡോറും എല്ലാം നമുക്ക് കൊടുത്ത് കുറച്ചുകൂടി സേഫ്റ്റി നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെയുള്ളത് 2 ബെഡ്റൂമാണ് നമ്മൾ മേലെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് മാസ്റ്റർ ബെഡ്റൂം, 3 ബെഡ്റൂം 4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം 4 എന്ന് പറയുമ്പോൾ കിച്ചൻ്റെ മേലെ ആയിട്ടാണ് ബെഡ്റൂം 4 വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, കിച്ചൺ ഭയങ്കര ഹോട്ടായിരിക്കുമല്ലോ കുറച്ച് സമയങ്ങളിൽ. ആ ഒരു ചൂട് നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൽ കിട്ടുമോ, അതേപോലെ വാസ്തുപരമായിട്ട് കിച്ചൻ്റെ മേലെ ബെഡ്റൂം കൊടുക്കുന്നത് നല്ലതാണോ എന്നുള്ള ഡൗട്ടുകളെല്ലാം ഉണ്ട്. അപ്പോൾ കിച്ചൻ്റെ മേലെ നമ്മൾ ബെഡ്റൂം കൊടുക്കുകയാണെങ്കിലും ഹെഡ് പൊസിഷൻ ഒരിക്കലും ഹോബ് ആൻഡ് ഹുഡിൻ്റെ സൈഡിലോട്ട് ആവരുത് എന്നുണ്ട്. അതേപോലെ തന്നെ കിച്ചൻ്റെ ഹോബിൻ്റെയും ഹുഡിൻ്റെയും സ്ഥാനത്ത് നമ്മുടെ ഈ ഒരു ടോയ്ലറ്റിൻ്റെ പൊസിഷനും വരരുതെന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഈ ടോയ്ലറ്റിൻ്റെ പൊസിഷൻ നമ്മളിവിടെ വർക്ക് ഏരിയയുടെ ഒരു പൊസിഷനിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പാസേജിൻ്റെ പൊസിഷനിലായിട്ടാണ് വരുന്നത്. ഈ ഒരു പാസേജിൻ്റെ പ്രൊവിഷനിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂം 4ൻ്റെ ടോയ്ലറ്റ് ഏരിയ വരുന്നത്. അതിന് നമ്മളൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂം 4ന് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ബാൽക്കണി എല്ലാം വരുമ്പോൾ ലോ ലെവൽ ടെറസ്, അതേപോലെ ബാൽക്കണി ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു എക്സ്റ്റീരിയർ വ്യൂസ് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു വീടിൻ്റെ പ്ലാൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ എക്സ്റ്റീരിയർ ഡിസൈൻസ് കണ്ടംപററി ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ് ആയിരിക്കണം നമ്മുടെ ഈ ഒരു വീടിന് വേണ്ടത്. എല്ലാ പ്ലാനിങ്ങും എല്ലാ ഡിസൈൻസിനോടും മാച്ച് ആയിരിക്കില്ല. അപ്പോൾ ചില ഡിസൈൻസ് നമ്മൾ എക്സ്റ്റീരിയർ ഡിസൈൻസ് വേണമെന്ന് പറയുമ്പോൾ അത് തിങ്ക് ചെയ്തിട്ട് വേണം നമ്മൾ അതിനനുസരിച്ചുള്ളൊരു പ്ലാനിങ് ചെയ്യാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഈ ഒരു പ്ലാനിലുള്ളൂ. അതേപോലെ നമ്മുടെ ഈ ഒരു സൈഡ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ ഇതാണ് സൈഡ് പ്ലാൻ എന്ന് പറയുന്നത്. 9 സെൻറ്റ് പ്ലോട്ടാണ്, റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ളൊരു പ്ലോട്ടാണ്. അപ്പോൾ പല ആൾക്കാർക്കും പല ഷേപ്പിലായിരിക്കും പ്ലോട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ 1 സെൻറ്റ് എന്ന് പറയുന്നത് 435.6 സ്ക്വയർ ഫീറ്റാണ് വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു 435.6 × 9 സെൻറ്റാണ് ഇവിടെ വരുന്നത്. ഏകദേശം 3920 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ടോട്ടലായിട്ടൊരു ഏരിയ വരുന്നത്, പ്ലോട്ട് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 60% വരെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഏകദേശം 2352 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അത്രയും എടുത്തിട്ടില്ല. നമുക്കിവിടെ 2352 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ എടുക്കാമായിരുന്നു. പക്ഷെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1700 സ്ക്വയർ ഫീറ്റാണ് എടുത്തിട്ടുള്ളൂ. ബാലൻസുള്ള ഏരിയ എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് ബാക്ക് വരുന്നുണ്ട്, 2 സൈഡിലും സെറ്റ് ബാക്ക് വരുന്നുണ്ട്, ബാക്കിൽ വരുന്നുണ്ട്, ഫ്രണ്ടിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഡിസൈനാണ് ഈ ഒരു വീടിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു സൈഡ് പ്ലാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് കാർ പാർക്കിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ
ഇത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്തായിരിക്കും, എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഒരു ലാൻഡ്സ്കേപ്പ് നമ്മുടെ ആ ഒരു വ്യൂവിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്യുക. ഇത് ജസ്റ്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്തേ ഉള്ളൂ. ഇത്രയും സ്പേസ് ഉള്ളത് കാരണം കൊണ്ട് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ റിക്വയർമെൻറ്റും ആഗ്രഹങ്ങളും എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് കോർണേഴ്സ് എല്ലാം നോക്കി നല്ലൊരു സ്പേസ് പ്ലാനിങ് ഉള്ള ഒരു വീടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവ് വൈബ്സ് നമുക്കതിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മനോഹരമായിട്ടൊരു വീട് ഒരുക്കിയെടുക്കുവാൻ സാധിക്കും. ഇതിലേതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ആൻഡ് ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഈ വീടിൻ്റെ തന്നെ എക്സ്റ്റീരിയർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നും അതിൽ ഏതൊക്കെ തരത്തിലുള്ള മെറ്റീരിയലാണ് ബഡ്ജറ്റിനനുസരിച്ച് ഉപയോഗിച്ചിരിക്കുന്നതെന്നും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.